ഹലോ ഫ്രണ്ട്സ്, ഞാനിവിടെ ഒരു പ്രത്യേക രീതിയിലുള്ള കൂർക്ക മെഴുക്കുവരട്ടിയാണ് കാണിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും കിച്ചൺ മണീസ് വേൾഡിലേക്ക് സ്വാഗതം. അതിനുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് ആദ്യം പരിചയപ്പെടാം. ആദ്യം തന്നെ സബോള, കുറച്ച് കറിവേപ്പില, കാന്താരിമുളകാണ് അതിന് ഏറ്റവും നല്ലത്. അതില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് പച്ചമുളക് ഉപയോഗിക്കാം. 2 അല്ലി വെളുത്തുള്ളി. സബോള ഒരു മീഡിയം സൈസ് സബോള എടുത്താൽ നല്ലതായിരിക്കും. പിന്നെ അതിൻ്റെ ഹൈലൈറ്റ് സാധനം എന്ന് പറയുന്നത് നമ്മളെ തേങ്ങാക്കൊത്താണ്. അത് വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് മെഴുക്കുവരട്ടി ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ ശരി, നമുക്ക് ഗ്യാസ് ഓണാക്കാം. നമുക്കതിന് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കാം. 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചാൽ നല്ലതായിരിക്കും, നല്ല ടേസ്റ്റ് ഉണ്ടാവും. വെളിച്ചെണ്ണ ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. ചൂടായി കഴിഞ്ഞിട്ട് നമുക്ക് കടുക് ഇടാം. നമ്മൾ എണ്ണ ചൂടായി കഴിയുമ്പോൾ ഇത്തിരി കടുക് ഇടുക, 1 സ്പൂണ് കഷ്ടി ഇടുക. കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമ്മൾ സബോള അതിലേക്ക് ഇടുക. വെളുത്തുള്ളി 2 അല്ലി വെളുത്തുള്ളിയാണ്. കാന്താരിമുളകാണ് ഇതിന് ഏറ്റവും ബെസ്റ്റ്. അതില്ലെങ്കിൽ നമുക്ക് പച്ചമുളക് ചേർക്കാം. കറിവേപ്പില, ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് വഴണ്ടി വരുമ്പോൾ നമുക്ക് നമ്മുടെ തേങ്ങാക്കൊത്ത് ചേർക്കാം. അതിട്ട് ഇളക്കുക. ഇത് കഴിയുമ്പോൾ നമുക്ക് കൂർക്ക ചേർക്കാം. കൂർക്ക ചേർക്കാം കേട്ടോ. നമുക്ക് നമ്മളിതിൽ മഞ്ഞൾപ്പൊടി ചേർക്കില്ല, ഉപ്പ് ചേർക്കാം. മഞ്ഞൾപ്പൊടി ചേർത്താൽ അത് കളറ് വ്യത്യാസമാവുമല്ലോ. ഇത് വെളുത്ത് തന്നെ ഇരിക്കും. പക്ഷെ ഞാൻ കൂർക്ക നന്നാക്കി കഴിഞ്ഞ് വരുമ്പോഴേക്കും കൂർക്കയുടെ കളറൊക്കെ മാറുന്നുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് അറിയണവരൊന്ന് പറഞ്ഞു തരണേ, എന്താ ഇനി ചെയ്യേണ്ടതെന്ന്. ഉപ്പ് കുറച്ചും കൂടി ഇടുക കേട്ടോ, കുറവ് തോന്നി. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് മൂടി വയ്ക്കാം. വെള്ളം ഒഴിക്കുക. കൂർക്ക വേവാൻ പാകത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കി നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. അപ്പം നമുക്ക് നമ്മുടെ കൂർക്കക്കറി ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. വെള്ളം കുറയുന്നതിനനുസരിച്ച് നോക്കിയില്ലെങ്കിൽ അടി പിടിക്കല്ലോ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ കൂർക്ക മെഴുക്കുവരട്ടി റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. കമൻറ്റും ചെയ്യണേ. ഓക്കെ.